അതെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞില്ല. ഞാനും പരമ ചെറ്റയാണ്, അങ്ങനെ കരുതുന്നത്. അപ്പൊ നമ്മുടെ പ്രവീൺ പ്രണവ് ഫാമിലി വ്ലോഗിന്റെ അടിയും തൊഴി ഇടിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് എല്ലാവരും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിലും ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് അടിയിടിയും തൊഴിലായിട്ട് നടക്കുന്ന ഒരു കച്ചറ ഫാമിലിയാണെന്ന് പ്രവീൺ തന്നെ നമുക്ക് കാണിച്ചു തന്നു. എന്തായാലും കൊള്ളാം, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നമ്മുടെ മല്ലു ഫാമിലിയിൽ സുജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പണ്ട് പുള്ളിയുടെ വൈഫും കൂടി ചേർന്നുകൊണ്ടൊരു നാടകം കളിച്ചായിരുന്നു. അതായത് പൊന്നൂസിന്റെ വിട്ട് പോയി, പൊന്നൂസിന് ഇല്ല, പൊന്നൂസിന് ഞാൻ എങ്ങനെ കാണും, പൊന്നൂസ് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വീഡിയോകൾ കുറച്ച് നാൾക്ക് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിന്റെ പൊന്നൂസ് വേറെ ചാനൽ കൊടുക്കുന്നു. പൊന്നൂസ് അതുപോലെ ഞാൻ ഏട്ടന്റെ കൂടെ ഇല്ല, ഏട്ടനില്ലാതെ ഞാൻ എങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ നാട്ടുകാരെ മുമ്പിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കിയതാണെങ്കിലും ഇത് ഇവിടുത്തെ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറെ ആൾക്കാർ പൊളിച്ച് കൈ കൊടുത്തു. അതായത് ഇവൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് അത് പൊന്നൂസിനൊക്കെ കാണാനൊക്കെ സാധിച്ചു. അതിനിടയ്ക്ക് ആ വീടിന്റെ അടുത്തുള്ള ഏതോ ഓട്ടോക്കാരൻ ചേട്ടന്മാരൊക്കെ പൊന്നൂസിനെ ആ വീട്ടിൽ കണ്ടെന്നോ അവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീക്രട്ട് ഏജന്റാണെന്നോ കുറെ വോയിസ് ഒക്കെ അയച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോ ഇതൊന്ന് വെളുപ്പിച്ചെടുക്കണം. അതായത് ഇപ്പൊ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ഫാമിലി വ്ലോഗേഴ്സിന്റെ വീട്ടിൽ നടക്കുന്ന അടിയും പണ്ട് ഞങ്ങളുടെ വീട്ടിൽ നടന്നതും ഒരേ രീതിയിലാണ്, നിങ്ങൾ ഒരുമിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ സുജിനെ, അന്ത കപ്പലണ്ടി ഇങ്ക വേവാത്. കാരണം പ്രവീൺ പ്രണവിന്റെ വീട്ടിൽ ഒറിജിനൽ അടിയാണ് നടക്കുന്നത്. അവിടെ തന്തയും തള്ളയും അനിയനും എല്ലാം കൂടെ ചേർന്ന് ഗർഭിണിയായ പെണ്ണിന് ഉൾപ്പെടുത്തി ചവിട്ടിക്കൂട്ടുകയാണെന്നൊക്കെയാണ് വെളി വന്ന വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കച്ചറ എന്ന് വെച്ചാൽ അന്യായ കച്ചറ ഫാമിലി. എന്നാലും മല്ലു ഫാമിലിയിലെ സുജിന് പറയാനുള്ളതും പൊന്നൂസിന് പറയാനുള്ളതും നമുക്ക് കേൾക്കാം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവര് അത് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തർ കമന്റ്സ് കൂടുതലായിട്ട് ഇട്ടു. ഞാൻ ആ കമന്റ്സിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തിനാ ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഞാൻ ആലോചിക്കുകയാണ്, അവരെവിടെ കിടക്കണു, എനിക്ക് അവരായിട്ട് യാതൊരു കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് പോലും കൂടി എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് ചെയ്യണം, എന്താണ് അവർ കാര്യം, എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ സത്യം പറഞ്ഞ ഇന്നലെയാണ് ഒരു കൊല്ലം മുൻപ് ഞങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പൊ അവര് നിൽക്കുന്നത്. എന്താണ് പൊന്നൂസേ പറഞ്ഞത്? ഒരു കൊല്ലം മുമ്പേ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിന്നത് ആ സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ അടിനാശവും വെള്ളപ്പൊക്കവും ഒന്നുമില്ലായിരുന്നു. നിങ്ങൾ നാട്ടുകാരെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ കുറെ കണ്ടന്റുകളാണത്. എങ്ങനെയും കുറച്ച് റീച്ച് കിട്ടണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം നാട്ടുകാരെ ഒപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറെ കണ്ടന്റ്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ ശരിക്കും അടിയിടി തൊഴി വെട്ടും കുത്തുമൊക്കെയാണ്. സ്വന്തം തന്തയും തള്ളയും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് വാ മോനെ, എന്റെ മോൻ വീട്ടിലേക്ക് വരും മോനെ എന്ന് പറയുകയും ചെയ്യും. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ എടാ നാറി നീ എങ്ങാണ് ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന കാലും കൈയും തല്ലി പിടിക്കും എന്ന് പറയുന്ന ഫാമിലിയാണ്. ആ ഫാമിലി പോലെയല്ല ഈ ഫാമിലി. നിങ്ങൾ ഉടായ്പ കാണിച്ച് ജീവിക്കുന്നു, അവരെ ശരിക്കും ചവിട്ടും തൊഴിയുമായിട്ട് ജീവിക്കുന്നു. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മളൊരു വ്ളോഗ് ഇടും. ആ വ്ളോഗല്ല നമ്മുടെ ലൈഫ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം ആ മറ്റേ അടിപൊളിയാണ് അങ്ങനെയില്ല. കാരണം അവർക്കും ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ തെറി കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പോലെ തന്നെ ദേഷ്യം, വാശി, അതുപോലെ തന്നെ പക, അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അത് സുജിനമ്മൻ പറഞ്ഞത് 100% ശരിയാണ്. ഫാമിലി വ്ലോഗേഴ്സിനെ പോലെയുള്ള ഭൂലോക ഉടായ്പകൾ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് കാണുന്ന നിങ്ങൾ ഓഡിയൻസിനെ പറ്റിക്കുകയാണെന്ന് നമ്മൾ പറയുമ്പോൾ അന്തം ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾ വന്ന് നമ്മളെയാണ് തെറി വിളിക്കുക. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, ഫാമിലി വ്ലോഗേഴ്സിനെ തുറന്ന് പറയുകയാണ്, അവർ പറ്റിപ്പാണ് നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത്, ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അവർ ആക്ട് ചെയ്യാണ്, ക്യാമറയുടെ മുമ്പിൽ ആക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതൊക്കെ വിശ്വസിച്ച് ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾ ഫോളോവേഴ്സിനെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മളെ വെറുതെ വലിച്ചു അതിന്റെ കൂടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിലേറെ നെഗറ്റീവുകളായിട്ട് തലകേറ്റി നടക്കുന്ന ഒരാളാണ്. ഞാനത് ആലോചിക്കണേ. ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ സാർ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഇല്ലാതില്ല. ഈ ഒരു പ്രശ്നം അവിടെ വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിട്ടിരുന്നു മല്ലു ഫാമിലി, അതായത് നിങ്ങൾ ഇറക്കിയ പോലത്തെ ഒരു നാടകമായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് പ്രവീൺ കുറെ വീഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വിട്ടപ്പോഴാണ് ഇത് ഇത്രയും സീരിയസ് ഇഷ്യൂ ആണെന്ന് നമ്മൾ പോലും മനസ്സിലാക്കുന്നത്. നിങ്ങൾ കാരണം എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പോലും നാടകമാണെന്ന് വിചാരിക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ നാടകം കാണിക്കാൻ പോയത്? പിന്നെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു മോഷണം വല്ലതും നടന്നു കഴിഞ്ഞാൽ പോലീസ് വരുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് ആദ്യം പൊക്കുന്നത് അവിടുത്തെ സ്ഥിരം ഒരു മോഷ്ടാവിനെ ആയിരിക്കും. അത്ര ഇവിടെ സംഭവിച്ചുള്ളൂ. നാട്ടുകാർ അത്ര പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും എന്ന് പറഞ്ഞോളൂ. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ പറയും അത് അവര് സോഷ്യൽ മീഡിയക്ക് എടുത്തിട്ടാലായിരുന്നു, അതിന് കാരണക്കാരാണ് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം ഓരോ ദിവസം ഞങ്ങളിൽ അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോ നിങ്ങൾ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു. സെയിം അതേപോലെ തന്നെ ആയിരിക്കാം. നമ്മള് ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന A to Z കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത്. അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീൺ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ അത് കാരണം നിങ്ങളും കൂടിയാണ്.
എന്തിനാണ് നാട്ടുകാരെ നിങ്ങളൊരു കുടുംബം ഇങ്ങനെ കുട്ടിച്ചോറാക്കിയത്? എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നാണ് സുജിൻ പറയുന്നത്. ഇത് പറച്ചിലായിട്ടൊന്നും നമ്മളാരാണ്ട് ആവശ്യപ്പെട്ടു ഇവരോട്, നിങ്ങളുടെ ഡെയിലി ലൈഫ് ഞങ്ങൾ കാണിച്ചു തരൂ, നിങ്ങളുടെ ഡെയിലി ലൈഫ് ഞങ്ങൾ കാണണം, കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമാരൊക്കെ പുറകെ നടന്ന പോലെയുണ്ട്. നിനക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിന്റെയൊക്കെ ജീവിതം വിറ്റ് ജീവിക്കുന്നു. അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീയൊക്കെ തുറന്ന് കാണിക്കുന്നു, അതിന് നാട്ടുകാർ അഭിപ്രായം പറയുന്നു. നീയൊക്കെ തുറന്ന് കാണിച്ചില്ലെങ്കിൽ നാട്ടുകാർ അതിൽ അഭിപ്രായം പറയാൻ പോകത്തില്ല. എന്നെ പോലുള്ള വ്ളോഗേഴ്സ്, ഒരുപാട് യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ട്. ഞങ്ങളൊന്നും വന്ന് ഞങ്ങളുടെ വീട്ടിലെ കാര്യമോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ആരും വന്ന് ചോദിക്കാറില്ലല്ലോ. നീയൊക്കെ നിന്റെ ജീവിതം തുറന്ന് കാണിച്ചു, നാട്ടുകാർക്ക് ജഡ്ജ് ചെയ്യാൻ ഇട്ട് കൊടുത്തു. അത് നിന്റെയൊക്കെ കുഴപ്പമാണ്, അല്ല നാട്ടുകാരുടെ കുഴപ്പമല്ല. എന്നിട്ട് പറയാണ് നിങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന്. സ്വന്തം ജീവിതം വിറ്റ് ജീവിക്കുമ്പോഴേ ഇതൊക്കെ ഓർക്കണമായിരുന്നു. എന്നെ പറഞ്ഞില്ലേ എന്ത് മറ്റേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് ഇന്ന് ചിലപ്പോൾ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും അന്ന്. പക്ഷെ കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുക, മാല, വണ്ടിന്റെ കയ്യിൽ ഐഫോണുകള്, മറ്റേ സ്റ്റോറികള്, ഒരാളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ അല്ലെങ്കിൽ അതൊന്നും കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ നിൽക്കരുത്. ആ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പോലീസിനെ കയറാനില്ല, പോലീസിനെ വിട്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോ സീരിയസ് ആയിട്ട് വരുന്നത്. അപ്പൊ കുറെ വ്യൂസ് കയറും, കുറെ പൈസ കിട്ടും. അതിന് പോരാഞ്ഞ് വരുമ്പോൾ കുറെ ഉടായ്പ ആപ്ലിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഗൈസ്, ഇതിനകത്ത് പൈസ ഇട്ട് തൊലിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും, നിങ്ങൾ തൊലിക്കൂ, ഞാൻ തൊലിച്ചായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കുടുംബം മൊത്തമാണ് വരുന്നത്. ഭാര്യയും ഭർത്താവും അനിയത്തി ഉൾപ്പെടെ ഈ ഒരു തട്ടിപ്പ് കൊണ്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും ഉപദേശിക്കാൻ പറ്റിയ ആൾക്കാർ തന്നെയാണ് വന്നിരുന്നുകൊണ്ട് ഉപദേശിക്കുന്നത്. നടക്കട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ചിലർക്ക് വ്യക്തമായിട്ടില്ല. നമ്മളിതിൽ നമ്മൾ നല്ല പുള്ളികളാണെന്നല്ല അതെ, ഞാൻ അതിനെ പറ്റി പറഞ്ഞില്ല. ഞാനും പരമ ചെറ്റയാണ്, അങ്ങനെ കരുതുന്നത് നിങ്ങൾ. അതെ, ഞാൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ആ സുജിൻ പറഞ്ഞ ഒരു സത്യമാണ് ഗൈസ്. ഒരു സത്യം ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സുജിൻ ഒരു പരമ ചെറ്റയാണെന്നുള്ള കാര്യം. എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനോ അതാക്കാനോ ഒരു താല്പര്യമില്ല. ഇതിനെ പറ്റിയിട്ട് എന്റെ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ ആരും കമന്റ്സ് ഇടാതിരുന്നാൽ മതി. ആരും ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യത്തിനെ പറ്റി എന്തിനാണ് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് ചെയ്യുന്നത്? അതുപോലെ എന്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്? അതിന് ആവശ്യമില്ലല്ലോ. അതെ, ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ട് എന്തിനാണ് തമ്പലൈൻ ഇടുന്നത്? അതിന്റെ ആവശ്യം എന്താ? ആ കമന്റ്സിനകത്ത് പറയാണ് നിങ്ങൾ കണ്ടോ അവര് മറ്റേ ഉടായ്പ കാണിക്കാണെന്ന് കണ്ടോ? അങ്ങോട്ട് പറയാണ്, വെറുതെ ഇരുന്നിട്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് പറയാണ് അവൻ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി വീഡിയോസ് ഇടുകയാണ്, അവൻ ചാനൽ ഇതാക്കാൻ വേണ്ടി ഇടുകയാണ്, അച്ഛനും അമ്മയും മക്കളും പാട് ഇത് കാണിക്കുകയാണ്. എന്തിനാ അങ്ങനെയൊക്കെ പറയും നിങ്ങള്? എന്തിനാ അത് ഞാൻ അത്രയും അനുഭവിച്ച് വന്നതുകൊണ്ടാണ് എനിക്കത് കാണുമ്പോ എനിക്ക് പൊളി. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. പ്രവീൺ പ്രണവിനെ അടിച്ചു പിരിഞ്ഞു പറഞ്ഞുകൊണ്ട് കുറച്ച് മില്യൺ കണക്കിന് വ്യൂസ് കിട്ടാൻ വേണ്ടി മല്ലു ഫാമിലി പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ ആണെന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ 2-3 വീഡിയോ കഴിഞ്ഞപ്പോൾ സംഭവം കുറച്ച് സീരിയസ് ആണെന്ന് നാട്ടുകാർക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ എന്തിനാണ് പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. തുടക്കത്തിൽ നിങ്ങളോടൊന്ന് ചോദിച്ചാണ്, പിന്നെ ഈ പ്രശ്നം വഷളായപ്പോൾ നിങ്ങളൊന്നും ആരും മൈൻഡ് പോലും ചെയ്ത് കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എങ്ങനെയൊരു ഈ പ്രശ്നം വെച്ച് നമുക്കും കുറച്ച് റീസൺ ഉണ്ടാക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മൾ പണ്ട് ഒരു ഉടായ്പ കാണിച്ചാൽ അതും നമുക്ക് വെളുപ്പിച്ചെടുക്കണമല്ലോ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ട പോലെ ഉണ്ട്. എന്തായാലും സുജിൻ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം ശരിയാണ്. സുജിൻ ഒരു ചെച്ചയാണ്. കാരണം എന്തുമാത്രം ആൾക്കാരെയാണ് നീ പറ്റിച്ചോണ്ടിരിക്കുന്നത്. പല രീതിക്ക് നീ പലരുടെ നിന്നും പൈസ വാങ്ങിയിട്ട് ഇപ്പോഴും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പലരും എന്നെ സമീപിക്കുന്നുണ്ട്. എന്തുവരം പറ്റിപ്പൊക്കെയാണ് സുജിനെ നീ കാണിച്ച് ജീവിക്കുന്നത്? എന്തായാലും കൊള്ളാം.